ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോബി ചമ്മണ്ണൂർ വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും ബോബി ചമ്മണ്ണൂറിൻ്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം ബ്രേക്കിംഗ് ആയിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലും എവിടെ നോക്കിയാലും ബോബി ചമ്മണ്ണൂറിൻ്റെ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ സിദ്ദീഖിൻ്റെ ഒരു കേസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര വലിയൊരു കേസായിട്ട് എനിക്ക് റിമാൻഡ് ചെയ്യണം എന്നുള്ള ഒരു അത്രമാത്രം ഒരു ആക്ഷൻ എടുക്കണം എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം റേപ്പ് ചെയ്തു, റൂമിലേക്ക് വിളിച്ചു വരുത്തി, അതും എനിക്കിവിടെ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് സിദ്ദീഖ് ചെയ്തത് എന്നാണ് ആ ഒരു ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എവിഡൻസും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ ഒരുപാട് ടൈമും അവൈലബിൾ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബോബി ചമ്മണ്ണൂരിനെതിരെ എടുക്കുന്ന ആ ഒരു ശുഷ്കാന്തി എന്തുകൊണ്ട് സിദ്ദീഖിനെതിരെ പോലീസ് കാണിച്ചില്ല എന്നാണ് എൻ്റെ ആദ്യ ചോദ്യം. നെക്സ്റ്റ്, ഇപ്പോൾ ഒരുപാട് പേര് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആരെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണ്ട എന്നുള്ളത് പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും റൂൾസ് എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അല്ലാണ്ട് ഓരോരോ പൊസിഷൻ കമ്പയർ ചെയ്തുകൊണ്ടല്ല റൂൾസ് എല്ലാവർക്കും ന്യായം എല്ലാവർക്കും കിട്ടേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിവിൻ പോളിക്കെതിരെ ഇതുപോലൊരു വ്യാജ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് നിവിൻ പോളി തന്നെ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിവിൻ പോളി തന്നെ അത് തെളിയിക്കുകയും ചെയ്തു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചിട്ടും ആ ഒരു വ്യാജ പരാതി കൊടുത്ത ലേഡിക്കെതിരെ എന്ത് ആക്ഷനാണ് എടുത്തത്? ഇത്രയും ഭയങ്കരമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മീഡിയ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഇത്രമാത്രം ബ്രേക്കിംഗ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയമാണ് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നാനുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഫൈനലി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കാര്യം, ന്യായം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.